അധികാരം കൈകളിലുള്ള ആളുകൾ, കോർട്ടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നിയമ സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഗവൺമെന്റ് സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കണമേ. നീതി നഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അർശ് പോലും വിറക്കുമെന്നാണ്. ഒരു നിരപരാധിയായ മനുഷ്യൻ ഇവിടെ ശിക്ഷിക്കപ്പെടരുത്, എന്നാൽ അപരാധികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണം അവരിലെ പാവപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും അവരിലെ പ്രമാണിമാർ തെറ്റുകൾ ചെയ്താൽ അവരെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. അത് എന്റെ ഉമ്മത്തിൽ നടക്കില്ല. വലഹു അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖത് യദുഹാ. എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ എന്റെ ഫാത്തിമയുടെ കൈയും മുറിക്കപ്പെടും എന്ന് പറഞ്ഞ റസൂലാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഖ്സൂമിയായൊരു പെണ്ണ് മോഷണം ചെയ്തിട്ട് ആ പെണ്ണിന്റെ കൈകൾക്ക് ശിക്ഷ നടപ്പാക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ശുപാർശ ചെയ്യാൻ ഇവിടെ ആളുകൾ വന്നു. ശുപാർശ ചെയ്യാൻ നോക്കുമ്പോ ആരുടെ സ്വാധീനം കൊണ്ട് നിബിതങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ ചില ആളുകൾ വിചാരിച്ചു, ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയും ആ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ ഇഷ്ടപ്പെട്ട മകനുമായ ഉസാമത്ത് ബിൻ സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുമാ. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചാൽ ഉസാമ തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കുമെന്ന് അവർക്ക് തോന്നി. ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, മഖ്സൂമികളല്ലേ, തറവാടുള്ള സൽപേരുള്ള കുടുംബമല്ലേ? ആ കുടുംബത്തിലെ ഒരു പെണ്ണ് ഒരു ആഭരണം മോഷ്ടിച്ചതാ. അവളുടെ കൈ മുറിക്കപ്പെടുകയാണെങ്കിൽ ആ കുടുംബത്തിന് അപമാനമുണ്ടാകും നബിയെ, അതുകൊണ്ടൊന്ന് മാപ്പ് കൊടുത്തുകൂടെ, ഒന്ന് ഒഴിവാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഒരു നിയമം നടപ്പാക്കാൻ അവസരമുണ്ടാകുമ്പോ ആ നിയമം നടപ്പാക്കരുത് എന്നോട് ശുപാർശ ചെയ്യാൻ വന്നതാണോ ഉസാമ? അതാണോ ഉസാമ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഫവല്ലാഹ്, നിങ്ങൾക്കൊന്ന് കേൾക്കണോ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത്, മുഹമ്മദ് നബി തങ്ങളുടെ മകൾ സാക്ഷാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് മോഷ്ടിച്ചതെങ്കിൽ അവരുടെ കൈ പോലും മുറിക്കപ്പെടുക തന്നെ ചെയ്യും ഉസാമ. അതുകൊണ്ട് മഖ്സൂമിയായി പെണ്ണിന്റെ വിഷയത്തിൽ ശുപാർശയുമായി വരരുത്, റെക്കമെൻഡേഷനുമായി വരരുത്. ഞാനത് ചെയ്യില്ല. നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോകാൻ കാരണം അതായിരുന്നു. നിയമ സംവിധാനങ്ങളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കാതെ പോവുകയാണെങ്കിൽ ഒരു സമൂഹത്തിന് തകർച്ച വരുമെന്ന് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം